ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ആലപ്പുഴയ്ക്ക് പുന്നപ്ര പെറ്റ പുത്രനാണ് VS. എത്രത്തോളം ഹൃദയത്തിലേക്കാണ് തിരികെ വിളിക്കുന്നത് VSനെ ആ നാട് എന്നത് വ്യക്തമാക്കുന്നതാണ് ആകാശ ദൃശ്യങ്ങൾ. അദ്ദേഹം കടന്നു വരുന്ന വഴികളിൽ ഇരുപുറത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അനേകായിരം ജനങ്ങൾ. എന്താണ് VS, ആരാണ് ഞങ്ങൾക്ക് VS, എന്താണ് VS ഞങ്ങൾക്ക് നേടിത്തന്നത് എന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ ഇന്ന് വൈകുന്നേരം VS ഓർമ്മയാകുന്ന സമയത്തോളം അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ഈ ജന്മത്ത് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും അവസാനത്തെ കടപ്പാടാണ് എന്നത് വ്യക്തമാക്കുന്ന ജനസഞ്ചയമാണ്. ഓരോ നിമിഷവും VS എന്നത് മാത്രമാണ്. പോയ മണിക്കൂറുകളിലാകെ 131 കിലോമീറ്ററാണ് VSനൊപ്പം കേരളം സഞ്ചരിച്ചത്. ഇനി 14 കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കഴിഞ്ഞ 19 മണിക്കൂറുകൾക്ക് മുൻപ് കഴിഞ്ഞ ദിവസം 3:20 അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത വന്നത് മുതൽ അണിചേർന്ന് നിൽക്കുന്ന ഒരു സാഗരം പോലെ അണിചേർന്ന് നിൽക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഒരുപക്ഷെ അവരിൽ പലർ ഈ യാത്രയെ അനുഗമിക്കുന്നുണ്ടായിരിക്കും. അത്രമേൽ VSൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയാത്ത, ഇനി VS ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യരുടെ ഒരു വലിയ സഞ്ചയം രൂപപ്പെടുകയാണ്. ഒന്ന് ചെന്ന് കാണാത്തവരുണ്ടാകും, ഒരുപക്ഷെ വീട്ടിലിരിക്കുന്നവരുണ്ടാകും. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക്, ദർബാർ ഹാളിലേക്ക്, അദ്ദേഹത്തിന്റെ പൊതുദർശന ചടങ്ങിലേക്ക് ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് അവരുടെ ഭർത്താവ് വരുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. എത്ര മനുഷ്യർക്ക് ഒഴിച്ചുകൂടാൻ കഴിയില്ല ഈ അവസാന നിമിഷങ്ങൾ VSനൊപ്പമുള്ളത് എന്നുള്ളത്. അങ്ങനെയൊന്ന് ഒരു നിമിഷം അദ്ദേഹത്തിന് മുന്നിൽ പോയി നിൽക്കുക, ഒന്ന് മുഷ്ടി ചുരുട്ടുക, ഒന്ന് മുദ്രാവാക്യം വിളിക്കുക, ഒന്നുകൂടി ലാൽ സലാം പറയുക എന്ന് പറയുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനൊരു പരിമിതിയും തടസ്സമാകരുത് എന്നുറച്ചു വിശ്വസിക്കുന്ന മനുഷ്യരുടെ ആയിരക്കണക്കിന് പതിപ്പുകൾ നമ്മൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആർ അനന്തകൃഷ്ണനും മാർഷൽ V സെബാസ്റ്റ്യനും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനന്തൻ, ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS മടങ്ങി വരികയാണ്. എത്രത്തോളം ആ മണ്ണിന് വേണ്ടി, അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി, അവരിലൂടെ നമ്മുടെ നാടിന് പൊതുവെയും വേണ്ടി അദ്ദേഹം ജീവിതം തന്നെ മാറ്റിവെച്ചു എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് നിരത്തിന്റെ ഓരോ ഇടത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർ ഹൃദയം കൊണ്ട് വരവേൽക്കുകയാണ് അവരുടെ VSനെ. മധു, തോട്ടപ്പള്ളി സ്പിൽവേ, കടലും കായലും സംഗമിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ആ കാഴ്ച കാണാം. പ്രിയ സഖാവും ആ സഖാവിൻ്റെ അനുയായികളും സംഗമിക്കുന്ന ഒരു കാഴ്ച. സ്പിൽവേയിലേക്ക് ആ വിലാപയാത്ര എത്തുകയാണ്. അവിടെ നിന്ന് കടന്നു വരാൻ വലിയ പ്രയാസമാണ്. കാരണം സ്പിൽവേയുടെ മറുകരയിലും ഇക്കരയിലും വലിയ സഞ്ചയമാണ്. ദേശീയപാതയുടെ 2 വശത്തും മതിൽ കെട്ടിയതുപോലെ ആൾക്കാർ നിൽക്കുകയാണ് അവരുടെ പ്രിയ സഖാവിനെ കാണാൻ. നമുക്കറിയാം, ആ സ്പിൽവേ കടന്ന് ആ വിലാപയാത്ര, VSന്റെ ഭൗതിക ശരീരം വഹിക്കുന്ന ആ പുഷ്പാലങ്കൃത വാഹനം കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി അമ്പലപ്പുഴയാണ് അടുത്ത സ്ഥലം. അവിടെയും വലിയ ജനക്കൂട്ടമാണ് ഉള്ളത്. അത് കഴിഞ്ഞ് വേണം വേലിക്കകത്ത് വീട്ടിലേക്ക് VSന്റെ ആ ഭൗതിക ശരീരം എത്തിക്കാൻ, അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക്, അദ്ദേഹം ജനിച്ച് വീട്ടിലേക്കാണ് ഈ വിലാപയാത്ര കടന്നെത്തുന്നത്. അത് എത്രത്തോളം ആലപ്പുഴക്കാർ VSനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഈ തെരുവോരങ്ങളിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരും ആലപ്പുഴക്കാർ മാത്രമല്ല, കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയവരാണ്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ എത്തിയവരെ നമുക്ക് ഈ ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ദേശീയപാതയുടെ വശങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരിൽ കാണാമായിരുന്നു. അവരിൽ കുഞ്ഞുകുട്ടികളുണ്ട്. കുഞ്ഞുകുട്ടികളൊക്കെ അവരുടെ കണ്ഠത്തിൽ നിന്ന് കണ്ണേ കരളെ VSA എന്നുള്ള മുദ്രാവാക്യം അതവർക്ക് മുൻതലമുറ പകർന്നു കൊടുത്തതാണ്. അങ്ങനെ തലമുറകളോളം പകർന്നു പോകുന്ന ഒരു വലിയ ചരിത്ര പുസ്തകമായി VS മാറുകയാണ്. VS ഇവിടെ അമരനാവുകയാണ്. ഒരു മനുഷ്യൻ പ്രത്യയശാസ്ത്ര ശുദ്ധി കൊണ്ട് അമരനാവുന്ന കാഴ്ചയാണ് ഈ ജനങ്ങളുടെ ആത്മാവിലേക്ക് VSന്റെ ആത്മാവിനെ ആവാഹിക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് ഈ തെരുവോരങ്ങളിൽ കാണാൻ കഴിയുന്നത്. സമാനതകളില്ലാത്ത വിലാപയാത്ര, അങ്ങനെ തന്നെ ഈ യാത്രയെ പറയാൻ കഴിയൂ. അതാ പ്രിയ സഖാവ് ആലപ്പുഴയുടെ മണ്ണിലേക്ക്, സ്വന്തം ജന്മനാട്ടിലേക്ക്, പോരാട്ടത്തിന് തുടക്കം കുറിച്ച മണ്ണിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരും, അവരുടെ മുൻ തലമുറ കർഷക തൊഴിലാളികളടക്കമുള്ളവർ, അവർക്ക് എങ്ങനെയാണ് അന്തസ്സാർന്ന ഒരു ജീവിതം VS നേടിക്കൊടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊണ്ടാണ്, അത് ഓർക്കുമ്പോഴാണ് അവരുടെ കണ്ഠത്തിൽ നിന്ന് ആ മുദ്രാവാക്യം ഉച്ചത്തിൽ മുഴങ്ങുന്നത്, കണ്ടേ കരളെ VSA എന്നുള്ളത്. ആ മുദ്രാവാക്യം വിളി ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ അവരുടെ പ്രിയ സഖാവ് ആലപ്പുഴയുടെ മണ്ണിലേക്ക്, അമ്പലപ്പുഴയിലേക്ക് തോട്ടപ്പള്ളി കടന്നു വരികയാണ്. ഇനി അല്പസമയത്തിനകം അമ്പലപ്പുഴയിൽ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ വേലിക്കകത്ത് വീട്ടിലേക്കാണ് വിലാപയാത്ര എത്തുന്നത്. ഏതായാലും സമയക്രമമെല്ലാം തെറ്റിയിരിക്കുന്നു. ഇനിയും നേരത്തെ 10 മണിക്ക് വീട്ടിലെത്തും എന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ അതൊക്കെ ആ സമയക്രമമൊക്കെ മാറുകയാണ്. ഇനിയും ആൾക്കാർ ഈ തെരുവീഥികളിൽ കാത്തു നിൽക്കുകയാണ് പ്രിയ സഖാവിനെ കാണാൻ. ബാദു.